അറബി മാന്ത്രികത്തിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ പുതിയ വീഡിയോ നഷ്ടപ്പെട്ടു പോയ സ്നേഹബന്ധങ്ങളെ എങ്ങനെ പുനർജീവിപ്പിക്കാൻ കഴിയും എന്ന വിഷയത്തെക്കുറിച്ചാണ്. നല്ല രീതിയിൽ തുടർന്നു പോയിരുന്നതായ സ്നേഹബന്ധങ്ങൾ പല കാരണങ്ങൾ കൊണ്ടും വളരെ പെട്ടെന്ന് നിലച്ചു പോകുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്നത് കാണാം. അതായത് സ്നേഹിച്ചിരിക്കുന്ന പങ്കാളിയിൽ ഒരാൾ പെട്ടെന്ന് ഫോണൊക്കെ ബ്ലോക്ക് ചെയ്ത് പോകുന്നതായത് നിത്യസംഭവമാണ്. അപ്പം മറുഭാഗത്തുള്ള വ്യക്തിക്ക് ഉണ്ടാകുന്ന തീവ്ര ദുഃഖം പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ഇങ്ങനെ ബന്ധങ്ങൾ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന സംഭവം നഷ്ടപ്പെട്ടു പോകുമ്പോൾ അതിനെ എങ്ങനെ പുനർജീവിപ്പിക്കാം? ആദ്യം അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ വിശദമായിട്ട് അതിൻ്റെ കണക്ക് നോക്കലാണ് ഞാൻ ചെയ്യുന്ന ആദ്യത്തെ നടപടി. എന്ത് കാരണത്താലാണ് പോകുന്നത്? ചിലർ വഴക്കുണ്ടാക്കിയിട്ട് പോകുന്നവരുണ്ട്, ചിലർ മറ്റുള്ളവർ അറിഞ്ഞതോട് കൂടിയിട്ട് ബന്ധം വേണ്ടാന്ന് വെച്ച് പോകുന്നവരുണ്ട്, ചിലർക്ക് സംസാരങ്ങളും പെരുമാറ്റങ്ങളോടുമുള്ള താല്പര്യം നഷ്ടപ്പെട്ടതുകൊണ്ട് പഴയ സ്നേഹിക്കുന്ന രീതി ഇല്ലാതെ നമ്മളോട് അവഗണന കാണിക്കുന്നത് കൊണ്ട് ബന്ധം അവസാനിപ്പിക്കുന്നവരുണ്ട്. കൂടുതലും മറ്റുള്ളവർ അറിഞ്ഞ് അഥവാ ശത്രുദോഷം ബാധിച്ച് ബന്ധങ്ങൾ മുറിഞ്ഞു പോകുന്നതാണ്. കാരണം വിളിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും ഫോൺ കൊടുക്കൂല, പിന്നെ എന്ത് കാര്യങ്ങളിലും നിരീക്ഷണം ശക്തമാക്കും, പിന്നെ തൻ്റെ സ്നേഹിക്കുന്ന പങ്കാളി എത്രത്തോളം മോശപ്പെട്ട വ്യക്തിയാണ് എന്ന് ചിത്രീകരിക്കും. ഇങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ അതിൽ നടക്കുന്നുണ്ട്. അപ്പം ഏറ്റവും അധികം ആളുകൾക്ക് ആവശ്യമുള്ളത് അവരുടെ നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങളാണ്. പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, കർമ്മങ്ങളിലൂടെ നഷ്ടപ്പെട്ട ബന്ധങ്ങളെ വീണ്ടെടുക്കാം. പക്ഷേ ഒരു ബന്ധം നഷ്ടപ്പെട്ടിട്ട് എത്ര നാളായി എന്നതിനെ ആശ്രയിച്ചിരിക്കും അതിൻ്റെ ഫലപ്രാപ്തി. ഇപ്പോൾ 10 കൊല്ലം മുമ്പ് പിരിഞ്ഞു പോയ ബന്ധം ഇപ്പോൾ ഉണ്ടാക്കണമെന്നൊക്കെ പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല എന്നർത്ഥം. 10 ദിവസം മുമ്പ് പിരിഞ്ഞിരിക്കുന്നത് പോലെയല്ല 10 വർഷമായിട്ട് പിരിഞ്ഞിരിക്കുന്നത്. ഇത് ഭാര്യാഭർത്താക്കന്മാരുടെ കാര്യത്തിലും ഒക്കെ ഇത് ബാധകം തന്നെയാണ്. കാരണം സ്നേഹിക്കുന്ന മനസ്സുകളെ ഒന്നിപ്പിക്കുന്ന രീതി, അപ്പോൾ അത് ഒന്നിപ്പിക്കേണ്ട ആവശ്യം വരുന്നത് ബന്ധം മുറിയുമ്പോഴാണ്. അതിന് വേണ്ടുന്നത് ശക്തമായ കർമ്മങ്ങളാണ്. കർമ്മങ്ങൾ പിരിഞ്ഞിരിക്കുന്ന ആ കാലഘട്ടം എത്രയുണ്ടോ അതിനെ ആശ്രയിച്ചായിരിക്കും കർമ്മങ്ങൾ നിശ്ചയിക്കുന്നത്. ഇത് നിങ്ങൾക്ക് സ്വയം ചെയ്യാനായിട്ട് പറ്റുന്ന കാര്യങ്ങളൊന്നുമല്ല. കാരണം അതിൻ്റെ ശത്രുദോഷം എന്താണെന്നൊക്കെ കണ്ടെത്തിയിട്ട് അതിൻ്റെ പ്രതിവിധിയൊക്കെ ആക്കി കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വീണ്ടും പുനഃസ്ഥാപിച്ചെടുക്കാൻ കഴിയുള്ളൂ. ചില ബന്ധങ്ങളിൽ യാതൊരു കാരണവശാലും പുനഃസ്ഥാപിക്കാനും കഴിയില്ല. അപ്പോൾ അത് കണക്ക് നോക്കുമ്പോൾ അറിയും, ചിലതിനൊക്കെ ജീവൻ കൊടുക്കാൻ പറ്റും, ചിലതിന് ജീവൻ കൊടുക്കാൻ പറ്റില്ല എന്നുള്ള കാര്യത്തിൽ വേണ്ടിയിട്ട് പിന്നെ ഒരു കാരണവശാലും അതിൽ പണം മുടക്കിയാനോ അതിന് വേണ്ടിയിട്ട് ആരെയും സമീപിക്കാനോ പോകരുത് എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഒപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ ഇതിൽ കൊടുത്ത നമ്പറിൽ എന്നെ വിളിക്കാവുന്നതാണ്. നന്ദി, നമസ്കാരം.